മ്യൂച്വൽ ഫണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട് ഉണ്ട്. അപ്പൊ അതില് മ്യൂച്വൽ ഫണ്ടും ഒന്നായിട്ട് പൈസ ഇട്ടിട്ട് അതിൽ വെക്കാം, അതല്ലെങ്കിൽ മ്യൂച്വൽ SIP ആയിട്ട് മാസം മാസം താവാണ്ടകളായിട്ട് ഇട്ട് വെക്കാം. അപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ടിലാണ്, ടാറ്റന്റെ എത്തിക്കൽ ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഹലാലായിട്ടുള്ള വേറെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ട്രേഡിങ് ആദ്യകാലത്ത് ചെയ്തിരുന്നു. പിന്നെ ഈ കൊറോണ ഒക്കെ മാറിയപ്പോൾ നമ്മളെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് വേണം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഫണ്ട് വേണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ വേറെ ജോലിക്ക് പോകുമ്പോൾ ഇത് നമുക്ക് സെറ്റ് ആവില്ല. അപ്പൊ ഇതിന് കുറെ പഠിക്കണം, ചാർട്ട് നോക്കണം, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ എത്തിക്കലായിട്ട് ഹലാലായിട്ടുള്ള കമ്പനികൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ പഠിക്കണം. ഒരു കമ്പനിയെ കുറിച്ച് ഫണ്ടമെന്റൽ ആയിട്ട് അതിന്റെ ഭരണഘടന, കമ്പനിയെ കുറിച്ച് പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റോക്കുകളാണെങ്കിൽ, ഓരോ കമ്പനികളാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമുക്ക് ഹലാലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ 3 ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. അതും പരിപൂർണമായിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ എന്റെ മെന്റർമാരെ, ഉസ്താദ്മാരോട് ചോദിച്ചു കാണുക ചെയ്യുമ്പോൾ അതിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഹലാലായ മ്യൂച്വൽ ഫണ്ട്, ഹലാലായ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും.